Good morning, good afternoon, good evening. Welcome to Xcast. സോ പിന്നെയും ബ്രേക്ക് എടുത്തിട്ടുണ്ടായി. ബ്രേക്കിന് ശേഷം തിരിച്ചു ഇനി പോകൂല, ഉറപ്പാണ്. ചാമ്പ്യൻസ് ലീഗ് ഇപ്പോ റൗണ്ട് 1 കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ടീമിന്റെയും മാച്ചസും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ലാലിഗ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രീമിയർ ലീഗ് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സിരിയായ ബുണ്ടസ് ലീഗ് എല്ലാം പ്രെഡിക്റ്റ് ചെയ്തത്. പക്ഷെ പാളിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ വരാം. പാളിയത് ഏറ്റവും വലിയ പാളലുണ്ട്, അത് നമുക്ക് പിന്നെ വരാം. നമുക്ക് പാളിന്റെ എല്ലാം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇനിയിപ്പോ ചാമ്പ്യൻസ് ലീഗ് റൗണ്ട് ഓഫ് 1 തുടങ്ങിയേക്കാളും വ്യൂവേഴ്സ് ഒന്ന് ഇൻട്രസ്റ്റഡ് ആക്കാനായിട്ട് ചാമ്പ്യൻസ് ലീഗിന്റെ പ്രൊഡിക്ഷനിൽ നിന്ന് തുടങ്ങാം. അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? എന്താ പ്രഡിക്ഷനാ? ചാമ്പ്യൻസ് ലീഗ് അടിക്കണത് ആരടിക്കും? കറന്റ് വെച്ചിട്ട് ഞാൻ പറയാം ലിവർപൂൾ അടിക്കുന്ന ഞാൻ പറയാം. കറന്റ് പറയാൻ രാഹുലേ കിട്ടുള്ളൂ. എന്നാലും അല്ല, ഇതിലെയും കറന്റ് ഫോം വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഓരോ റൗണ്ടും എന്തുകൊണ്ടെന്നുള്ളത് പിന്നെ പറയാം. ഇതിപ്പോ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് സിംഗിൾ ആൻസേഴ്സ്. ഓക്കെ, ഇത്തവണത്തെ ചാമ്പ്യൻസ് ലീഗ് ആരടിക്കും? ലിവർപൂൾ. നീ പറ. ഞാനാ? അത് അപ്പൊ കട്ടായി. ഒന്നും കൂടി റൗണ്ട് തുടക്കാം. ഇത്തവണത്തെ ചാമ്പ്യൻസ് ലീഗ് ആരടിക്കും? ലിവർപൂൾ. ഫുട്ബോൾ ക്ലബ് ബാഴ്സലോണ. ആഴ്സണൽ. മാഡ്രിഡ് വിട്ടു. പറഞ്ഞിനി തിരിയണ്ട. ഇവൻ മറ്റേ ഇതാണ്, ആർസണൽ എന്തായാലും പുറത്തായി. എനിക്ക് പാഴ്സ് പറഞ്ഞാ പോരെ. അല്ല, നീ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ലിവർപൂൾ അടിക്കും പറഞ്ഞത്? പറയണെന്ന് വെച്ചാൽ ഇപ്പൊ കറന്റ് ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ പ്രീമിയർ ലീഗിലായാലും ചാമ്പ്യൻസ് ലീഗിലായാലും അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അത് അറ്റാക്കിംഗ് വൈസ് ആയാലും ഡിഫൻസീവ് വൈസ്. ഗോള് വഴങ്ങുന്നുണ്ടെങ്കിലും ഗോൾ അടിക്കാനുള്ള ആ ഒരു കംബാക്ക് മെന്റാലിറ്റി ഉണ്ട്. പിന്നെ അതും പോരാണ്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതും പോരാണ്ട് ഡിയേഗോ ജോട്ട പോയിന്റ് ആ ഒരു ഇതും അവർക്ക് ഉണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോ നിലവില് ഈ സീസണിൽ ഏറ്റവും ബെസ്റ്റ് ട്രാൻസ്ഫർ നടത്തിയേക്കണ വൺ ഓഫ് ദ ടീംസ് ആണ് ലിവർപൂൾ. നടത്തിയേക്കണ സൈനിങ്സ് എല്ലാം ബിഗ് മണി സൈനിങ്സും ഈ പറഞ്ഞതുപോലെ അത്രക്കും വലിയ വലിയ പ്ലേയേഴ്സും ആണ്. അപ്പൊ അത്രക്കും ബെഞ്ച് സ്ട്രെങ്തും സ്കോഡും എല്ലാം ഉണ്ടായിട്ടും അതനുസരിച്ചുള്ള ഒരു കളി ലിവർപൂൾ നടത്തണില്ലല്ലോ എന്ന് തോന്നുന്നുണ്ടോ? കാരണം എല്ലാ കളിയും ഒരു ഗോൾ മാർജിന് ജയിക്കുക, അല്ലെങ്കിൽ 90+ മിനിറ്റിൽ ജയിക്കുക. സോ അത് സീസൺ മനസ്സിലാക്കണെന്ന് വെച്ചാൽ ജയിക്കുന്നുണ്ടല്ലോ, അത് ആ പുതിയ പ്ലേയേഴ്സ് ഒക്കെ ഒന്ന് സിങ്ക് ആയി വരാൻ കുറച്ച് ടൈം എടുക്കും. പുതിയ പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മിഡ് ആയാലും ഫോർവേഡ് ആയാലും കഴിഞ്ഞ കൊല്ലം അത്ര പെർഫോമൻസ് എന്ന് പറയാൻ പറ്റില്ല. ആകെ ലീഗ് മാത്രമല്ലേ നേടുള്ളൂ, ബാക്കിയെല്ലാം പുറത്തു പോയില്ലേ. ആയിരുന്നു. എന്നാലും ന്യൂ കോച്ചിന്റെ അടിയില് വന്ന് പ്രീമിയർ ലീഗ് അടിക്കാന്നുള്ളതും ഒരു ചെറിയ കാര്യമല്ല. ഇനിയിപ്പോ അപ്പോ ന്യൂ കോച്ചിന്റെ അടിയിൽ വന്നിട്ട് ലാ ലീഗ് അടിക്കാന്ന് പറഞ്ഞ ചെറിയ കാര്യമാണെന്നാണ്. നീ അങ്ങോട്ട് പോണേ. അല്ല, ഒറ്റടി പറഞ്ഞ എനിക്ക് അപ്പൊ തന്നെ തോന്നിയതുകൊണ്ട് ചോദിച്ചതാണ്. അതെന്തോ വിഷമങ്ങൾ കിടക്കുന്നത്. അത് വിഷമങ്ങളിലേക്ക് വരാം. എല്ലാ ലീഗിലും ഒരു വിഷമം ഉണ്ട് ആൾക്ക്. നീ പറ. എന്താ ഇനിയിപ്പോ വെച്ചാൽ ലിവർപൂൾ മെയിൻ ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഫോർ ജോട്ട എന്നുള്ള ഒരു മെന്റാലിറ്റി ആയിരുന്നു. എന്തും നേടാം. ഫസ്റ്റ് ഗെയിം ഉണ്ടല്ലോ ബോൺമൂത്ത് ആയിട്ടുള്ളത്, ഫെഡറിക്കോ ചീസ് ഗോൾ അടിച്ച ആ കളി ഇച്ചിരി ടൈമിൽ വന്നിട്ട് ആറൻ സ്ലോട്ട് പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു. ഒരു 60-65 മിനിറ്റ് കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ ബെഞ്ചിലോട്ട് നോക്കി സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാനുള്ള മൈൻഡ് വന്നപ്പോ പുള്ളിക്കാരന്റെ മൈൻഡിലോട്ട് വന്ന് ഫസ്റ്റ് പേര് ഡിയേഗോ ജോട്ട ആയിരുന്നു. പക്ഷെ അപ്പൊ ആ ജോട്ട ആ സമയത്ത് ഇല്ല എന്നുള്ള കാരണം ഓബിയസ്ലി എങ്ങനെയാണ് ജോട്ട വരും, ബെഞ്ചിൽ നിന്ന് അടിക്കും, കളിയിൽ ലിവർപൂൾ ജയിക്കാനാണെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഭയങ്കര ഇമോഷണലി മിക്കവർക്കായിട്ടുണ്ടാവും, ലിവർപൂളിനാണെങ്കിലും അല്ലാത്ത ഫുട്ബോൾ ഫാൻസിനാണെങ്കിലും. അപ്പോൾ ആ ഒരു സംഭവം എന്തായാലും കൂടെ കളിച്ച കളിക്കാർക്ക് ഉണ്ടാവും. അതൊരു എക്സ്ട്രാ സപ്പോർട്ട് തന്നെയാണ്. മെന്റലി ആ ഒരു ഇതുണ്ടാവും, അവന് വേണ്ടി ജയിക്കണം. അതിപ്പോ ഈ അടുത്ത് ജോൺ ടെറി ആണെങ്കിലും അതേപോലെ തന്നെ അലൻ ഷെററും പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിവർപൂൾ ഈ സീസൺ ഡിയേഗോ ജോട്ടയ്ക്ക് വേണ്ടി കപ്പടിച്ച് പറ്റൂ. കാരണം അതിനുള്ള ടീമുണ്ട്, ഒപ്പം നിൽക്കാനെതിരെ ഒരു സ്ട്രോങ് ഒപ്പോണന്റും ഇല്ല. രണ്ട് വലിയ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ചാമ്പ്യൻസ് ലീഗ് ലിവർപൂൾ ഫോർണിയാസ്. അതിന് ബാഴ്സ ഫാൻസ് പറയൂ രണ്ടുപേരും മുഖത്തോട് മുഖം ചിരിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടും ദ ഗോൾ ഈസ് ക്ലിയർ. 2015 ശേഷം 26-ലൊരു ചാമ്പ്യൻസ് ലീഗ്. 10 കൊല്ലത്തിന് ശേഷം റീസൺ ഇത്രേ ഉള്ളൂ. കഴിഞ്ഞ കൊല്ലം മുതൽ അതിനുള്ള ടീമുണ്ട്, സ്ട്രെങ്ത് ഉണ്ട്, ബെഞ്ച് ഉണ്ട്. ഇല്ല, നീ ഇപ്പൊ അത് ചോദിച്ചപ്പോ ഞാൻ പറയണ കഴിഞ്ഞ കൊല്ലം സീസൺ തുടങ്ങുന്ന സമയം അതിനുള്ള ടീം ഉണ്ടെന്നുള്ളൊരു വിശ്വാസം നിനക്ക് ഉണ്ടായിരുന്നു? കളി തുടങ്ങി കഴിഞ്ഞപ്പോൾ അറിഞ്ഞത്. അതിപ്പോ ഒരു പ്ലെയർ ആര് വന്നാലും കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ അതിനുള്ള കുറവുകളായിട്ടൊന്നുമില്ല ടീമില്. പിന്നെ
കഴിഞ്ഞ കളി റാഷ്ഫോർഡ് ജയിച്ചപ്പോഴും പറഞ്ഞു ദ ഗോൾ ഈസ് ക്ലിയർ ചാമ്പ്യൻസ് ലീഗ്. ഈ കൊല്ലം ചാമ്പ്യൻസ് ലീഗ് നേടാന്നുള്ളതാണ്. നേടിയില്ലെങ്കിൽ നേടിയില്ലെങ്കിൽ അടുത്ത കൊല്ലം അടുത്ത ഗോള് അത് തന്നെയായിരിക്കും. എല്ലാവർക്കും ഓരോ goal goes and on and on. തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. ഒരു കൊല്ലം പോയില്ല എന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലം കിട്ടാണ്ടിരിക്കണമെന്നില്ലല്ലോ. എല്ലാ ടീമും അങ്ങനെ തന്നെ എല്ലാ- പുസ്തകത്തിൽ ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ ഇറങ്ങുന്ന ടീം തോക്കാൻ വേണ്ടി ഇറങ്ങൂലല്ല. കപ്പടിക്കാൻ വേണ്ടി ഒരു മറ്റേ ടീമല്ലേ ഉള്ളൂ. ആ ശരിയാണ്. സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. വന്നിട്ടൊരു ചെയ്ത് വെച്ചേക്കുന്നത്. അതെ അതെ ആ സ്ക്രിപ്റ്റഡ് ആയതുകൊണ്ടാണല്ലോ എല്ലാ കൊല്ലം അടുപ്പിച്ചടിക്കാറ്. അതെ. എന്റെയൊക്കെ ടഫ് ഫിക്സ്റ്റേഴ്സ് ഇട്ടോ. കഴിഞ്ഞ കളിനെ നോക്കിയിട്ട് മനസ്സിലായില്ലേ 2 പെനാൽറ്റിയിലേക്ക് ജയിച്ചു പോണത്. രണ്ട് penalty. അത് റയലിന് പെനാൽറ്റി കിട്ടിക്കാനായത് ഈ അടുത്ത് ഞാൻ കണ്ടൊരു സംഭവമുണ്ട്. റയലിനേക്കാളും 55 കളികളും എന്തോ കുറവാണ് ബയാൻ കളിച്ചേക്കണേ. റയലിനേക്കാളും 10 പെനാൽറ്റി കുറവേ ബയാനുള്ളൂ. റയലിനേക്കാളും 90 എത്രയോ കുറവ് കളി കളിച്ച ബാഴ്സക്ക് റയലിനേക്കാളും 15 പെനാൽറ്റി കുറവുള്ളൂ. അപ്പോ അത് ആർക്കൂടെ ഒന്നും പറയാനില്ല. കൂടുതൽ കളി കളിച്ച റയലിന് പെനാൽറ്റി കിട്ടി. പക്ഷെ ഇത്ര കുറവ് കളി കളിച്ച ഈ പറഞ്ഞതുപോലെ എനിക്ക് ഈ stats ഒക്കെ ഒന്ന് നോക്കണം. ഇത് എന്താ ഗൂഗിളിൽ കയറി അല്ല പറഞ്ഞ ഈ കുറവ് കളികൾ വെച്ച് ഈ ബാഴ്സയ്ക്കോട്ടെ അതേപോലെ തന്നെ ബയണായിരിക്കട്ടെ ഇവർക്കെന്നാ പെനാൽറ്റിയുടെ കൺവേർഷൻ കിട്ടുന്ന കൂടുതലാണ്. കൺവേഴ്സിന്റെ മാത്രല്ല പെനാൽറ്റി ഒരാൾക്ക് ഫെയർ ആയിട്ട് കൊടുത്ത ആരാണല്ലോ എഗ്രി ചെയ്യും. ഇത് ഫെയർ അതുകൊണ്ടാണ് ഇപ്പോൾ 2018 വേൾഡ് കപ്പ് ഫെയർ അല്ല എന്ന് പറഞ്ഞ ആൾക്കാർ 18 22 ജയിച്ച് പിള്ളേര് പോയി. അല്ല അതാണ് ഇപ്പോൾ 2020 കാരണം അത് ഫെയർ അല്ലായിരുന്നു. നീ മേടിക്കണ്ട 2026 അണ്ണൻ തന്നെ. അതെ അതെ 2020 ശേഷം 36 പെനാൽറ്റി അടിച്ച ഒരാൾ പ്ലെയറിന്റെ ഫാനാണ് നിൽക്കുന്നത്. ഇവിടെ 2-3 പെനാൽറ്റി അടിച്ച ടീമിലെ പ്ലെയറാണ് നിൽക്കുന്നത്. ഇടാൻ കഴിവ് വേണം. അല്ലാണ്ട് ഇപ്പൊ എന്താ പറയുക, അണ്ണനെ അടിച്ചപ്പോ കഴിവ് ടീമിന് വന്നപ്പോ കോഴാണ്. പെനാൽറ്റി ആയിട്ട് കൊടുത്തിവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. ഇത് തന്നെ പക്ഷേ അർഹിക്കാത്ത സാധനം കൊടുക്കുമ്പോഴാണ് പ്രശ്നം. കഴിഞ്ഞ കളി മാഴ്സായിട്ടുള്ള കളി ഫസ്റ്റ് അത് ഫൗളായിരുന്നു ഓബിയസ്ലി. സെക്കൻഡ് വൺ ക്ലിയർ കട്ടായിട്ട് കാണാൻ ഡിഫൻഡർ കൈ കൊണ്ട് ബോൾ തട്ടി പറ്റാൻ നോക്കണേണ്. അത് പിന്നെ എങ്ങനെ പെനാൽറ്റി കൊടുക്കാണ്ടിരിക്കുക? ഞാൻ പറഞ്ഞ പറഞ്ഞു അല്ല അപ്പൊ ഞാൻ പറഞ്ഞ കറക്റ്റ് ഫെയർ ആയിട്ട് നീ ഉത്തരം പറയൂ. ഞാൻ ചോദിക്കണേ പറ. 5-2 റെയിലും ബാഴ്സും തോറ്റിപ്പോ ചാവമിനിയുടെ കൈമ കൊണ്ടതാ. ഏത് കളി ഇവിടെ കൊണ്ടത് ബാഴ്സ് റെയിൽ. ഇവിടെ കൊണ്ട് എങ്ങനെയാണ് കൈയാവുന്നത്? ആക്സിഡന്റില് ഇത് ആക്സിഡന്റാ. ഒരു നാച്ചുറൽ പൊസിഷൻ നാച്ചുറൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കുന്ന നാച്ചുറൽ പൊസിഷൻ. അല്ല കൈ ഇങ്ങനെ ബോൾ തടയാൻ വേണ്ടി കൈവച്ച് തടഞ്ഞതല്ലത്. ബോൾ തടയാൻ വേണ്ടി കൈവച്ച് തടഞ്ഞതല്ലത്. റയൽ മാഡ്രിഡിന് ഈ പ്രാവശ്യം എങ്ങനെ പെനാൽറ്റി കിട്ടിയത്? ഏത് മാഴ്സായിട്ടുള്ള കളി? മാഴ്സായിട്ടുള്ള കളിയിൽ ഫസ്റ്റ് പെനാൽറ്റി ഫൗൾ ആയിരുന്നില്ലേ? റോഡ്രിഗോനെ ഫോളോ ചെയ്ത ഫോൾ ആയിരുന്നില്ല. സെക്കൻഡ് പെനാൽറ്റി ഈ പറഞ്ഞതുപോലെ ആ ഡിഫൻഡറിനെ കൈ തട്ടിയില്ലേ ബോൾ? ഡിഫൻഡർ ടാക്കിൾ ചെയ്തപ്പോ എന്തായാലും അത് ഡെലിബറേറ്റ്ലി ഒന്നാമത്തെ തവണ അല്ലേ 2ാമത്തെ തവണ തട്ടി മാറ്റാൻ നോക്കി. നിക്കണ്ട. ശരിയാ. അല്ല എനിക്ക് ഇപ്പോഴും ഹേറ്റഡ് മനസ്സിലാവുള്ളൂ ഈ ഒരു പ്രൊപ്പഗാൻഡ കുറെ ഫുട്ബോൾ ഗ്രൂപ്പിന്റെ ഈ പറഞ്ഞ പോലെ എന്ത് പറഞ്ഞാലും റയലിന് പെനാൽറ്റി വന്നു കഴിഞ്ഞാൽ റെഫറി സപ്പോർട്ട് ചെയ്യണം, സിസ്റ്റം സപ്പോർട്ട് ചെയ്യണം. ഇവിടെ യുഎഫയ്ക്ക് എതിരെ അതേപോലെ തന്നെ ലാലിഗ എല്ലാ ഏത് ഓർഗനൈസേഷൻ എടുത്ത് ഫിഫ എടുത്തോ യുഎഫ എടുത്തോ ലാലിഗ എടുത്തോ ഈ പറഞ്ഞ യുഎഫ എടുത്തോ എന്തെടുത്താലും എല്ലാവരും ഇതിലെല്ലാവരും എപ്പോഴും എതിര് നിൽക്കുന്നത് റയലിനെതിരെയാണ്. റയൽ എപ്പോൾ ജയിച്ചാലും റെഫറി അല്ലെങ്കിൽ ഇന്ന ഓർഗനൈസേഷൻ ഇന്ന ഗ്രൂപ്പ് ബാക്കിയുള്ള ജയിച്ചാൽ ഒരു പ്രശ്നമില്ല. പക്ഷേ ആരും മനസ്സിലാക്കാത്തൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും എല്ലാവരും എതിരായിട്ട് നിൽക്കുന്ന റയലുകൊണ്ടാണ്. വൈ? ബിക്കോസ് എവരി വൺ ഹേറ്റ്സ്, ഫിയേഴ്സ് ആൻഡ് നോ വൺ ലൈക്സ്. എന്തുകൊണ്ട്? ബിക്കോസ് വി വിൻ എവരിതിങ്, വി ആർ ഓൾവേസ് ഓൺ ടോപ്പ്. ബാഴ്സ ബിക്കോസ് ദേ ആർ 10 years below. കഴിഞ്ഞ സീസണിൽ എന്തൊക്കെ നേടി? കഴിഞ്ഞ സീസണിലൊന്നും നേടിയില്ല. അതിന് മുമ്പത്തെ കുറച്ച് വർഷങ്ങളായിട്ടുള്ള കഴിഞ്ഞ സീസണിലൊന്നും നേടിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അലക്സാണ്ടർ ചക്രവർത്തി ആയിക്കോട്ടെ 3 പെനാൽറ്റി നേടി. ഫസ്റ്റ് ഓഫ് ഓൾ ഹിസ്റ്ററി തന്നെയുള്ള സംഭവമാണ്. ഒരു രാജാവ് ആയിക്കോട്ടെ, ഒരു എംപറർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഭരണാധികാരിക്കോട്ടെ, വർഷങ്ങളായിട്ട് അവര് ഭരിച്ചുകൊണ്ടേയിരിക്കും. ഒരു ഡൗൺഫോൾ ഉണ്ടാവും, പക്ഷെ അതിന് ശക്തമായിട്ട് തിരിച്ചു വരും. റയലിന് എന്തൊക്കെ ഡൗൺഫോൾ ഉണ്ടായിട്ടുണ്ടോ അവർ അതിന് ശക്തമായിട്ട് തിരിച്ചു വന്നിട്ടുള്ളൂ. അല്ലാണ്ട് കാലങ്ങളായിട്ട് പറഞ്ഞാൽ 4-5 കൊല്ലത്തിൽ ഒരു കൊല്ലം വന്ന് ട്രോഫി അടിച്ചിട്ട് പോകുന്ന ടീമല്ല റയൽ. ദാറ്റ്സ് ദ ഫക്കിംഗ് ഡിഫറൻസ്. KGF 3 വരും, എല്ലാം ശരിയാവും. അല്ല ബാഴ്സ കപ്പടിക്കുന്ന റയലോട്ട് വരാം. എന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞത്. നിന്റെ സ്റ്റേറ്റ്മെന്റ്? കഴിഞ്ഞ സീസൺ നമുക്കറിയാം സെമി വരെ എത്തി. ലാസ്റ്റ് ഒരു ഇഞ്ചറി ടൈമിന്റെ ഒരു സമയമാകുമ്പത്തേനും കയ്യിൽ നിന്ന് പോയി. കോൺഫിഡൻസ് കൂടി പോയി ആ ടൈമില്. കോൺഫിഡൻസ് കൂടിയതാണോ ഒരു ഭാഗ്യക്കേടാണോ ഒന്നും പറയാൻ പറ്റില്ല. അത് ഈ സീസൺ വന്നിട്ട് അത് നമ്മള് തിരുത്തി
അതിനുള്ള ബെഞ്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എയിം ക്ലിയർ ആണ്, കപ്പ് ഇപ്രാവശ്യം അടിക്കണം. കപ്പ് മുഖ്യം ബിഗില് അതെ അതെ. ഒന്നും നടക്കാൻ പോകുന്നു. സീസൺ തുടങ്ങുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ആൻഡപ്പനായിട്ടുള്ള പോഡ്കാസ്റ്റില് ആൻഡപ്പനാണെങ്കിലും ആഷിക്കാണെങ്കിലും എല്ലാവരും പറയുന്നുണ്ടായി ബാഴ്സലോണ ചാമ്പ്യൻസ് ലീഗ് അടിക്കും, ബാഴ്സലോണ അതടിക്കും ഇതടിക്കും. ഞാൻ ഇപ്പോഴും ഉറച്ചു പറയാണ്, ഒന്നും അടിക്കാൻ പോലുള്ള ആഴ്സണൽ അടിക്കും. ആഴ്സണൽ നല്ല ബാഴ്സലോണ ഒന്നും അടിക്കാൻ പോകുള്ളൂ. ഒരു കപ്പും കിട്ടില്ല. ഒന്ന് ലാലിഗ അടിക്കൂല, ചാമ്പ്യൻസ് ലീഗ് അടിക്കൂല, ഒന്നും അടിക്കാൻ പോലുള്ള. ഒപ്പിട്ട് വെച്ചോ. ഞാൻ കഴിഞ്ഞ കൊല്ലം പറഞ്ഞ ചലഞ്ച് ഇപ്പോഴും മറന്നിട്ടൊന്നുമില്ല. ലാലിഗ ഈ പറഞ്ഞ പോലെ പറയട്ടെ പറഞ്ഞു തീർക്കട്ടെ, അതാ പറയാമെന്ന്. കഴിഞ്ഞ തവണ ഞാൻ ആശുപത്രി പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ലാലിഗ റയൽ അടിച്ച ഈ പറഞ്ഞ ആഷിക്ക് ബസ്കറ്റ് അടിക്കും, ബാഴ്സ അടിച്ചാൽ ഞാൻ ബസ്കറ്റ് അടിക്കും എന്നുള്ളത്. ഒക്ടോബർ 25 ഫസ്റ്റ് എൽ ക്ലാസിക്കോ. അതിന് മുമ്പായിട്ട് ഞാൻ ബസ്കറ്റ് അടിച്ചായിരിക്കും സ്ട്രീമിങ്ങിന് വന്നതും ഈ പറഞ്ഞ പോലെ ലൈവ് പോണതും എല്ലാം പോണതും. അത് ഞാൻ വാക്ക് തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്. എൽ ക്ലാസിക്കോന് മുമ്പാണ് ബസ്കറ്റ് അടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൽ ക്ലാസിക്കോന് മുമ്പ് ബസ്കറ്റ് അടിക്കും. സ്റ്റാൻഡിങ് ഓവേഷൻ കൊടുക്കടാ. സ്ലോ ക്ലാപ്പ്. നീ ആർസനൽ പറയാനുള്ള കാരണം അത് വന്നേക്കണെന്ന് വെച്ചാൽ ആർസണൽ കപ്പ് അടിക്കുന്ന പറയണേ, ബാർസ അടിക്കില്ല എന്ന് പറഞ്ഞത്. ഒന്നും അടിക്കില്ല. ഇവൻ എന്തായാലും ഒരു മാൻഡ്രേക്കാണ്. എന്തായാലും തിരിച്ചു വൈ ആർസണൽ അത് പറഞ്ഞില്ല. വൈ ആർസണൽ പറ. ആദ്യമായിട്ടാണ് ആർട്ടേറ്റിനെ ഒരാൾ സപ്പോർട്ട് ചെയ്യാനുള്ളത് കപ്പ് അടിക്കുന്നുള്ളതിൽ. PSG ഈ പറഞ്ഞ പോലെ പുള്ളിയിൽ ഏറ്റവും ബെസ്റ്റ് ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിക്കുന്ന ടീം ഏതാന്ന് ചോദിച്ചാൽ PSG ആണ്. കാരണം ഓരോ പ്ലെയറിനും അറിയാം അടുത്ത എന്താ സംഭവിക്കാൻ പോണേന്ന്. ലൂയിസ് എൻറിക്കെ ആണെങ്കിൽ ഓരോ ദിവസം പുതിയ പുതിയ ടാക്ടിക്സും പുതിയ പുതിയ തന്ത്രങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ആ ഒരു റിതം കിട്ടി ബാക്ക് ടു ബാക്ക് എന്താ പറയുക ചാമ്പ്യൻസ് ലീഗ് അടിക്കാനുള്ള പ്ലെയേഴ്സ് PSG ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അതിനുള്ള ടീമും PSG ഇല്ല. പക്ഷേ PSG അവിടെ ഒരു ഫാക്ടറായിട്ട് നിൽക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമാണ്. ബാഴ്സലോണ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ സീസൺ ഹാൻസി ഫ്ലിക്കിന്റെ കീഴിൽ അപാര ഫുട്ബോളാണ് കളിച്ചത്, ഒരു സംശയമില്ല. ആ കീഴിൽ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കണം മനോഹരമായിട്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ സീസൺ പോണോടത്തോളം ഫ്ലിക്കിന്റെ ടാക്ടിക്സ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ബാക്കിയുള്ള കോച്ചസിന് അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യാനും ഈ പറഞ്ഞതുപോലെ അതനുസരിച്ച് ബാക്കിയുള്ള ടീംസിനെ പ്രിപ്പയർ ചെയ്ത് ഈ പറഞ്ഞ ഇറക്കാനുള്ള അവർ ഇത് വരും. അതുകൊണ്ട് എവിടെയെങ്കിലും വെച്ച് ബാഴ്സലോണ പോകും. പിന്നുള്ളത് സിറ്റിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ കൺസിസ്റ്റന്റ് അല്ല. സിറ്റി ഈ സീസണും ഈ പറഞ്ഞ പോലെ ട്രോഫിലെസ് ആയിട്ട് പോകാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഇപ്പൊ യുണൈറ്റഡിനെ തോപ്പിച്ച് ഈ പറഞ്ഞ നെപ്പോളിയൻ തോപ്പിച്ചൊന്നുമല്ല, വലിയ മാച്ചസാ കുറച്ചും കൂടി നല്ല മാച്ചസാ വന്നു കഴിഞ്ഞാൽ സിറ്റി പോകും. സിറ്റി ഒന്നാമത്തെ കേസ് ബെഞ്ച് പകുതി എപ്പോഴും ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ള പ്ലേയേഴ്സുമാണ്. ആ സിറ്റിയുടെ വലിയൊരു കുഴപ്പമാണ്. പിന്നെ ഗോർഡിയോള ഒരുപാട് ചിന്തിച്ചുകൂട്ടി ആവശ്യമില്ലാത്ത സാധനങ്ങൾ പിന്നെയും ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നുള്ള കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയൺ മ്യൂണിക്കാണ്. ബയൺ മ്യൂണിക്കിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ എനിക്ക് കോച്ചിൽ അത്ര വിശ്വാസമില്ല. കോച്ചിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഇപ്പോ വിൻസെന്റ് കമ്പനിയുടെ കയ്യിൽ ഇപ്പോൾ ചെൽസിനെ പൊട്ടിച്ച് കഴിഞ്ഞ ദിവസം. എന്നാൽ പോലും ഡിഫൻസീവ് വൈസ് അത്ര സോളിഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. മിഡിലാണെങ്കിലും അറ്റാക്ക് ഓക്കെയാണ്, വെരി ഗുഡ് ആണ്. മുസിയാലയും കൂടി തിരിച്ചു വന്നു കഴിഞ്ഞാൽ പക്ഷേ സീസൺ ത്രോണ് പോകണം. ബുണ്ടസ് ലീഗയിൽ ബയൺ എപ്പോഴും നടത്തുന്ന പോലെ അവർ ഇതിലായിട്ട് പോകുള്ളൂ, ചാമ്പ്യൻസ് ലീഗിലോട്ട് വരില്ല. പിന്നുള്ള ടീം എന്ന് പറഞ്ഞാൽ ഇന്റർ ഇന്ററിന്റെ കേസ് ഈ പറഞ്ഞതുപോലെ ചാമ്പ്യൻസ് ലീഗിനുള്ള ടീമില്ല. കഴിഞ്ഞ കൊല്ലം സത്യം പറയാൻ നല്ല രീതിയിൽ കളിച്ച്, പക്ഷെ ഫൈനലിൽ എങ്ങനെ എത്തിയെന്ന് സത്യം പറഞ്ഞാൽ ആർക്കും വലിയൊരു പിടുത്തില്ല എന്ന് ഞാൻ പറയുള്ളൂ. ഇന്റർ മിലാൻ ഈ സീസൺ അത്രയൊന്നും പോകൂല. കഴിഞ്ഞ സീസൺ പോയതിൽ ഈ സീസൺ എന്തായാലും ഇന്റർ എത്തൂല. അതിനുള്ള ഇല്ല, കോച്ച് മാറി ടീമും മാറി. എനിക്കിപ്പോ നീ പറഞ്ഞതൊക്കെ തിരിച്ചടക്കണത് ഞാൻ അതൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ എന്റെ മൈൻഡ് കൂടുന്നത്. അപ്പൊ എസ്ട്രോമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോ എന്താ പറയണ്ടത്, എസ്ട്രോമൊക്കെ അവിടെ നടന്നോട്ട്. പിന്നെ അടുത്ത ടീം എന്ന് പറഞ്ഞാൽ ലിവർപൂളാണ് ഉള്ളത്. ലിവർപൂൾ ഇപ്പോൾ ഈ സീസൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് ടീം, ബെസ്റ്റ് ബെഞ്ച് അങ്ങനെ എല്ലാം ഉള്ളത് ലിവർപൂളാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു സെക്കൻഡ് ഇവിടെ ചാർജ് വെച്ചേക്ക്, എവിടെയാണ് ഔത്തിക്ക്. ലിവർപൂളിന്റെ കേസ് ഈ പറഞ്ഞതുപോലെ ഡിയേക്കോ ജോട്ടയുടെ ഒരു ഫാക്ടർ ഉണ്ട്, ടീം നല്ല ടീമിന്റെ സ്ട്രെങ്ത് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ സീസണിൽ ഞാൻ കണ്ടുവന്നൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് പൊട്ടുന്നുണ്ട്. നല്ല രീതിയിൽ ലിവർപൂളിന്റെ ബാക്ക് എക്സ്പ്ലോയിറ്റ് ആവുന്നുണ്ട്. അത് കുറച്ചും കൂടി അറ്റാക്ക്മെന്റുള്ള ടീം വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടി എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് നല്ല രീതിയിൽ. സോ എൻഡ് ഓഫ് ദി ഡേ അതൊരു വലിയ സംഭവം എനിക്ക് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ടീം എൻ്റെ ടീം റയൽ മാഡ്രിഡ് അടിക്കില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷെ ചാൻസസ് കുറവാണ്. കാരണം റയൽ യൂഷ്വലി ഭയങ്കര അറ്റാക്കിംഗ് ആയിട്ടാണ് കളിക്കാറ്. ആ ഒരു അറ്റാക്കിംഗ് മെന്റാലിറ്റിയുള്ള കളി ഈ സീസൺ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒന്നും കൂടി ഈ പറഞ്ഞ പോലെ ടെമ്പോ കീപ്പ് ചെയ്ത് കമ്പോസ്ഡ് ആയിട്ട്
പറയാൻ പോലും ആരും സമ്മതിക്കല്ല. പിന്നെ ഞാനൊക്കെ എന്ത് പറയാനാണ്. ടെമ്പോ ട്രാവലർ വാങ്ങിക്കോറാ. റയൽ മാഡ്രിഡ് ഈ സീസൺ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒന്നും കൂടി കമ്പോസ്ഡ് ആയിട്ടാണ് കളിക്കുന്നത്. ഒരുപാട് ഈ പറഞ്ഞ പോലെ അഗ്രസീവായിട്ടും കളിക്കണില്ല, എന്നാൽ അതേസമയം അറ്റാക്ക് മൈൻഡഡ് ആയിട്ട് ഭയങ്കര ഒരു മൈൽഡ് കളി പോലെ എനിക്ക് തോന്നിയത് സാബിയുടെ കീഴിൽ വന്ന പിന്നെ. പക്ഷേ അതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഡിഫൻസ് ഒന്നും കൂടി സ്റ്റേബിൾ ആയിട്ടുണ്ട്, മിഡ്ഫീൽഡിൽ ഒരു കൺട്രോളും ഒന്നുപോലെ തോന്നുന്നുണ്ട്. പക്ഷേ അടിക്കണ ഗോളാണെങ്കിലും ഇപ്പോൾ ഒരു സിംഗിൾ പാസ് എംബാപ്പെ അടിക്കുക അല്ലെങ്കിൽ വിനി അടിക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളാണ്. അത് വെച്ചൊരിക്കലും ചാമ്പ്യൻസ് ലീഗിൽ എന്തോരം സാധാരണ റയൽ പോകണ പോലെ മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ള ഒരു ഘടകം എനിക്ക് തോന്നുന്നില്ല. പിന്നെ എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് റയൽ മാഡ്രിഡ്, യു ക്യാൻ നെവർ ജഡ്ജ് ദം ഓഫ്, യു ക്യാൻ നെവർ റൈറ്റ് ദം ഓഫ്, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അതുകൊണ്ട് തന്നെ സാബിക്കാണെങ്കിലും ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, ആ ഒരു ഇതുണ്ട്. അപ്പോൾ സീസൺ പോകണമെന്നുള്ള വേണമെങ്കിൽ ടാക്ടിക്സ് മാറ്റാം. ബെല്ലിംഗ്ഹാമൊക്കെ തിരിച്ചു വരുമ്പോൾ ഒന്നും കൂടി സംഭവം സെറ്റ് ആവുമായിരിക്കും. സോ റയലിനെ തള്ളിക്കളയാൻ പറ്റില്ല, അവിടെ ഉണ്ട്. ഇനി ഞാൻ എന്തുകൊണ്ട് ആഴ്സണൽ പറഞ്ഞു എന്ന് കഴിഞ്ഞാൽ വൈ ഐ പിക്ഡ് ആഴ്സണൽ ഓവർ എവരിബഡി. സീസൺ തുടങ്ങുന്നേക്കാളും മുമ്പ് എല്ലാവരോടും ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ സീസണിലെ ബെസ്റ്റ് ടീമായിട്ട് ഏത് ടീമിന് തോന്നുന്നു. അപ്പൊ ഞാൻ ആവശ്യം ആദ്യമായിട്ട് അംഗീകരിച്ചൊരു കാര്യം, ഞങ്ങൾ രണ്ടുപേരും ആഴ്സണലാ പറഞ്ഞു. ഞാൻ ആഴ്സണലേ പറഞ്ഞു. ഗൈക്രസ് വന്ന പാടെ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല രീതിയിൽ പ്രൂവ് ആക്കിയിട്ടുണ്ട്, അവൻ ഓക്കെയാണ്, സെറ്റ് ആണെന്ന്. ആ ടീമായിട്ട് അഡാപ്റ്റ് ആയിട്ടുണ്ട്, ഗൈക്രസിന്റെ കളി അനുസരിച്ച് വന്നിട്ടുണ്ട്. ബാക്ക് സെറ്റ് ആണ് ആഴ്സണലുണ്ട്. സലീബ് ആയിക്കോട്ടെ, ടിംബർ ആയിക്കോട്ടെ, കാലിഫോർണിയ ആയിക്കോട്ടെ, ഗബ്രിയേൽ ആയിക്കോട്ടെ, ഡേവിഡ് റായ് ഗോളി ആണെങ്കിൽ മിഡും സെറ്റ് ആയിട്ടുണ്ട്. സീസൺ പോണോടത്തോളം ആഴ്സണല് നല്ല രീതിയിൽ സെറ്റ് ആവും. ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രീമിയർ ലീഗിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് പകരം ആഴ്സണല് ചാമ്പ്യൻസ് ലീഗിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ട്രോഫിയും കൂടെ പോരും. കാരണം ഇപ്പോൾ ഒന്ന് മഡ്വേക്ക് ആണെങ്കിലും സാക്കയ്ക്ക് പകരം കളിക്കണൊക്കെ സെറ്റായിട്ട് കളിക്കുന്നുണ്ട്. രണ്ട് ഫാക്ടറേ ഉള്ളൂ ആഴ്സണൽ കപ്പടിക്കാണ്ടിരിക്കാൻ. ഒന്ന് ഇഞ്ചറി, രണ്ട് ആർട്ടറ്റ എന്തെങ്കിലും അലമ്പ് കാട്ടാണ്ടിരിക്കട്ടെ. അതർവൈസ് നോ വൺ ഈസ് സ്റ്റോപ്പിംഗ് ആഴ്സണൽ. ലാസ്റ്റ് സീസൺ നോക്കുകയാണെങ്കിൽ ആഴ്സണൽ ലാസ്റ്റ് ആയപ്പോഴേക്കും ഫുൾ കോൺസെൻട്രേഷൻ ചാമ്പ്യൻസ് ലീഗിലായിരുന്നു. അല്ല, കാരണം അത് പ്രീമിയർ ലീഗ് കിട്ടൂല എന്ന് അവർക്ക് ഉറപ്പായി. സെയിം അതല്ലേ ഈ പ്രാവശ്യം വരാൻ പോണത്. പറയട്ടെ ഇല്ലടാ, കഴിഞ്ഞ സീസൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ സീസൺ ഗൈക്രസ് എന്ന് പറഞ്ഞ ഒരു നമ്പറാണ് ഇല്ല. ഒരു പ്രോപ്പർ ഫിനിഷർ ഉണ്ടായില്ല ആഴ്സണലിന്, അതൊരു വലിയ കുറവ് തന്നെയായിരുന്നു. വർഷങ്ങളായിട്ടുള്ള ആഴ്സണലിന്റെ കുറവായിരുന്നു. പിന്നെ അതേപോലെ തന്നെ മിഡില് റീപ്ലേസ്മെന്റ് ഉണ്ടായില്ല. ജോർജിനെ പോയി പിന്നെ അവിടെ ഒരു റീപ്ലേസ്മെന്റ് വന്നിട്ടുണ്ടായില്ല. ഇപ്പോ സുബിമെന്റി വന്നിട്ടുണ്ട്, കറക്റ്റ് റീപ്ലേസ്മെന്റ് ആണ്. മൈക്കിൾ മറീനോ ആണെങ്കിൽ ഇപ്പൊ ഫോമിൽ സെറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ സാക്കൊക്കെ റീപ്ലേസ്മെന്റ് ഉണ്ടായില്ല, മഡ്വേക്ക് വന്നിട്ട് കറക്റ്റ് ആയിട്ട് റീപ്ലേസ്മെന്റ് ആയിട്ടുണ്ട്. അപ്പോ എവിടേക്കാണ് ആഴ്സണലിന് കുറവുകൾ ഉണ്ടായത്, ആ കുറവുകളെല്ലാം നികത്തി തിരിച്ചു വന്നിട്ടുണ്ടെന്നുള്ളൊരു സംഭവമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ആഴ്സണൽ പറയുന്നത്. പിന്നെ പറയാണ്ട ഒരു ടീം എന്ന് പറഞ്ഞാൽ ചെൽസിയാണ്. ചെൽസി അടിക്കൂല. ഞാൻ ചെൽസി പ്രീമിയർ ലീഗ് അടിക്കുക, ഞാൻ ആദ്യം പറഞ്ഞ ചെൽസി പ്രീമിയർ ലീഗ് അടിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ്, പക്ഷെ അടിക്കൂല. കാരണം ഞാനത് അന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ക്ലബ് വേൾഡ് കപ്പിന്റെ സമയത്ത് PSG അമ്മാതിരി അടിയൊക്കെ അടിച്ചു വന്നപ്പോ ഓക്കെ ടീം സെറ്റായി ഓക്കെ എന്നുള്ള കണ്ടതുകൊണ്ട്. പക്ഷെ ആ കളി ഒന്നും ഇപ്പൊ ഇന്നില്ല. ആ കളി കണ്ടിട്ട് ബാക്കിയുള്ള കളികൾ എങ്ങനെയുണ്ട്? ചെൽസി ശോകമാണ്. ശോകം എന്ന് പറയാൻ പറ്റില്ല, കളിക്കാനുണ്ട് പക്ഷെ ആ കളിയൊന്നുമില്ല. PSG-ക്കെതിരെ കളിച്ച എങ്ങനെ കളി വന്നൊന്ന് 4-0 തോൽപ്പിക്കാൻ മനസ്സിലാവുന്നില്ല. ഓവർ കോൺഫിഡൻസ് കളിച്ചോണ്ടായിരിക്കും. പക്ഷെ അമ്മാര് PSG-യുടെ സെയിം സ്ട്രാറ്റജി അമ്മാരും കളിച്ചത്. അങ്ങനെ ചില്ലറ തള്ളി കളിയുടെ കളിയല്ലത്. അല്ല, PSG-യുടെ ഡൊണ്ണാറുമ്മ കിക്ക് എടുക്കാൻ നേരത്ത് അവിടുത്തെ പ്രസ്സിങ് രണ്ടുപേരും ഫസ്റ്റ് ഹൗസിന് അവിടെ നിന്നാ കളിച്ചേ. അതായത് PSG-യുടെ അതേ കളി ലക്കെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ ആ കളി പിന്നെ കണ്ടിട്ടില്ല, അതാണ് പറ്റിയത്. ഒരു ഫൈനൽ കളിക്കുന്നതും ഒരു സീസൺ മൊത്തം കളിക്കുന്ന വ്യത്യാസം കൺസിസ്റ്റൻസി ഇല്ല. അല്ല, അതാണ്. അപ്പോ ഇപ്പൊ പ്രീമിയർ ലീഗിലോട്ട് വന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ ചെൽസി കളിക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയണൊന്നുമില്ല. പക്ഷേ ചാമ്പ്യൻസ് ലീഗിൽ എനിക്ക് തോന്നണില്ല ചെൽസിക്ക് അത്ര ഒരു മൊമെന്റം കീപ്പപ്പ് ചെയ്യാൻ പറ്റും, അത്ര ഒരു സംഭവമായിട്ട് മാറാൻ പറ്റുന്നു. പ്രീമിയർ ലീഗിൽ ചെൽസി ഉണ്ടാവും, പിക്ചറിലുണ്ടാവും, പക്ഷെ ചാമ്പ്യൻസ് ലീഗ് എനിക്ക് തോന്നണില്ല. സോ ഇനിയിപ്പോ അത് എല്ലാവരും പറഞ്ഞില്ല. ടോപ്പ് 8 ചാമ്പ്യൻസ് ലീഗ് ഒറ്റ പറഞ്ഞു. ചാമ്പ്യൻസ് ലീഗ് ടോപ്പ് 8 ബൈ എക്സ്കാസ്റ്റ് ഓരോരുത്തരുടെയും. എന്റെ ടോപ്പ് 8 എന്ന് പറയുമ്പോ റാങ്ക് ചെയ്യുമ്പോ ഏതൊക്കെ ടീം ടോപ്പ് 4 വരാം. ഫസ്റ്റ് PSG, സെക്കൻഡ് ബാർസലോണ, തേർഡ് ലിവർപൂൾ, ഫോർത്ത് ബയേൺ, ഫിഫ്ത്ത് എനിക്ക് ന്യൂകാസിൽ വരുമെന്ന് എനിക്കൊരു ഇതുണ്ട്.
പിന്നെ ടോട്ടനാം 7th ഇന്റർ മിലാൻ. 8th വൺ മാഞ്ചസ്റ്റർ സിറ്റി. റയലില്ല, ആഴ്സണൽ ഇല്ല, ഇല്ല. ലിവർപൂൾ ലിവർപൂൾ ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ. റയലില്ല, ആഴ്സണൽ ഇല്ല. നീ പറഞ്ഞോ ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ ആഴ്സണൽ വരും. ഉം. ആഴ്സണൽ, ലിവർപൂൾ, ഉം. സിറ്റി, ഉം. റയല്, PSG, ബാഴ്സ, ടോട്ടൻഹാം, ബയോൺ. സെയിം ടീംസ് ഷഫിൾ ചെയ്തിട്ടേക്കണം അല്ലേ? അല്ല, അല്ല, ഞാൻ ന്യൂകാസിൽ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ആഴ്സണൽ പറഞ്ഞ, റയൽ പറഞ്ഞു, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇന്റർ മിലാനും ഇതും മാറി. നീ പറ. ബാഴ്സലോണ, ഓ. PSG, സിറ്റി, ഞാൻ PSG പറഞ്ഞില്ല. ലിവർപൂൾ, ടോട്ടൻഹാം, റയൽ മാഡ്രിഡ്, പിന്നെ ഇന്റർ, പിന്നെ ഓരോടിയുള്ള ന്യൂകാസിൽ. രണ്ട് ന്യൂകാസിൽ രണ്ട് ന്യൂകാസിലാണ്. പറ മോനെ. 8 ആലോചിച്ചെടുക്കണ്ടേ? ഞാൻ പറയാം. ആർസനൽ, PSG, ബയേൺ, ബാഴ്സ, റയല്, സിറ്റി, പിന്നെ ഇന്റർ. ഒരു ടീമും കൂടി. ലിവർപൂൾ. ലിവർപൂൾ ഞാൻ പറഞ്ഞില്ല. ലിവർപൂൾ ടോപ്പ് 8 അല്ലല്ലോ, അല്ലെങ്കിൽ ടോപ്പ് 8. എല്ലാരും ന്യൂകാസിൽ വന്നിട്ടുണ്ട്. നീ ഭയം പറഞ്ഞില്ലല്ലോ. ഞാൻ ബയേൺ പറഞ്ഞു. ഞാൻ നീയായിട്ട് പറയുന്നത് ഇതിന്റെ ഇന്റർ മിലാനും റയല് പറഞ്ഞില്ല, അല്ല, റയലും ആഴ്സണലും പറഞ്ഞു. ആർസണലും പറഞ്ഞില്ല. അതിന് പകരം ഞാൻ ഇന്റർ മിലാനും ന്യൂകാസിലും പറഞ്ഞു. അതായത് എന്റെ പോളില് സാധാരണ ലിസ്റ്റിൽ കയറാത്ത കുറച്ച് പ്ലേയേഴ്സ് ഇല്ല ചാമ്പ്യൻസ് ലീഗ്. അങ്ങനെ ചുമ്മാ രണ്ടുപേരേ ഉള്ളൂ, ടോട്ടൻഹാമും ന്യൂകാസിലും. ഞാൻ ടോട്ടൻഹാം പറഞ്ഞിട്ടുണ്ട്. എന്റെ ടോട്ടൻഹാം മാത്രമേ ഉള്ളൂ. എന്റെ ആരുമില്ല. സേഫ് പ്ലേ. പക്ഷേ അതിപ്പോ നമ്മൾ നോക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ഇതെന്നെ നടക്കാൻ പോകുന്നു. അല്ല, കഴിഞ്ഞ ഇത് നടക്കുന്ന ഒരു പ്രതീക്ഷയില്ല. കഴിഞ്ഞ സീസൺ എടുത്താലുണ്ടല്ല, മറ്റേ ഫ്രാൻസിൽ നിന്നുള്ള ലെൻസ് എന്നും പറഞ്ഞ ടീം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ചെൽസി പോട്ടെ, PSG 20ാമായിരുന്നു, സിറ്റി 21ാമതായിരുന്നു. ഇവര് റൗണ്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ആവുന്ന തിരിച്ചു കയറിയത്. പിന്നെ ഈ പറഞ്ഞ ഗാലറ്റാസറായി, നെപ്പോളി, അയാക്സ്, PSV, ചെൽസി, സ്പോർട്ടിങ്, ഇവരൊന്നും തള്ളിക്കളയാൻ പറ്റൂല. ഡോട്ട്മുണ്ട്, യുവന്റസ്, ഇവരാരെയും തള്ളിക്കളയാൻ പറ്റൂല. നമ്മിപ്പോ വലിയ വലിയ ടീമുകളെ പറഞ്ഞെന്നുള്ളൂ. പിന്നെ ഞാൻ എന്തുകൊണ്ട് PSG ഫസ്റ്റ് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ, ഈ സീസൺ എടുത്ത് തന്നെ ഇപ്പൊ ഫിക്സർ അറിയാം. ഏറ്റവും ടൈറ്റ് ഫിക്സർ PSG ഫിക്സർ സീന, റയലിന്റെ ഫിക്സർ സീന, സിറ്റിയുടെ സീന, ലിവർപൂളിന്റെ സീന. ഈ 4 ടീമിനും സീൻ ഫിക്സേഴ്സാ. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോ ബാഴ്സ, ബയേൺ, ആഴ്സണല് ഒന്നും കൂടി സിമ്പിൾ ഫിക്സേഴ്സാ. 8 മാച്ച് ഇല്ല, അത് 7 മാച്ചാ. 7 മാച്ച്, 8 മാച്ച്, 8ആണോ? 4 ഹോം 4 അല്ലേ? അങ്ങനെ എന്തോ. ഐ തിങ്ക് സോ. 8 മാച്ച് ആണെങ്കിൽ അതിലൊരു 7 മാച്ചും PSG ജയിച്ചാണെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ കപ്പ്. അല്ല, ഡെമ്പലെയും കൂടി തിരിച്ചു വന്ന് എന്തായിരിക്കും എന്നുള്ള കണ്ടറിയാം. ഇപ്പൊ ഡെമ്പലി ഇല്ലാണ്ട് മാതിരി കളി കളിക്കണം. 7 മാച്ച് ഉണ്ടാവും. മറ്റില് 7 മാച്ച്. ഡാർക്ക് ഹോഴ്സ് ആരായിരിക്കും ഈ ടൂർണമെന്റില്? ന്യൂകാസിൽ. ഇപ്പൊ ബാർസയുടെ കളി വെക്കുന്ന ആ ഒരു കളി കൊണ്ട് ഒരു കളി കൊണ്ടല്ല, ഞാൻ ഇപ്പൊ പ്രീമിയർ ലീഗ് ന്യൂകാസിൽ ഞാൻ ഇപ്പൊ മിക്ക കളിയും കാണാറുണ്ട്. ഇസാക്കിന്റെ ഒരു കുറവില്ല. ഇസാക്കിന്റെ കുറവ് നല്ല രീതിയിലുണ്ട്. അതാണ്. പക്ഷെ അതിനും പേര് നന്നാക്കുന്ന ഒരു സ്ട്രൈക്കർ ഉണ്ടല്ലോ, വോൾട്ടമേറ്റ്. അവൻ അത്യാവശ്യം എന്നുവെച്ചാൽ ഓക്കെ വരുന്നു. ഫസ്റ്റ് മാച്ചിന് വന്നിട്ട് ഒരു ഹെഡർ ഗോൾ അടിച്ചിട്ടും പോയി. പിന്നെ വെച്ചാൽ കഴിഞ്ഞ കളി സെക്കൻഡ് ഹാഫിലാണ് കുറച്ച് ടൈം കിട്ടിയുള്ളൂ. പിന്നെ ആന്റണി ഗോർഡൻ 2 കളി റെഡ് കാർഡ് കിട്ടി, പുറത്തേക്ക്. എല്ലാരും തിരിച്ചു അത്യാവശ്യം ഡിഫൻസും ഉണ്ട്, മിഡാണ് എനിക്ക് എന്റെ ഇതിൽ ടോട്ടൻഹാം ആയിരിക്കും. ടോട്ടൻഹാം ഈ സീസൺ ഈസ് എ ടീം ടു വാച്ച് ഔട്ട് ഫോർ. കാരണം അൺപ്രഡിക്റ്റബിൾ പ്ലേയും നടത്തിയേക്കാൻ സൈനിങ്സ് എല്ലാം അടിപൊളി സൈനിങ്സാ. പ്രീമിയർ ലീഗ് ആയിക്കോട്ടെ, എനിക്ക് സാവി സിമൺസിനേക്കാളും കൂടുതൽ തവണ പ്രതീക്ഷ ഈ പറഞ്ഞതുപോലെ മറ്റേ പ്ലെയർ ഉണ്ടല്ലോ, മുഹമ്മദ് കുദൂസ് വലക്കം കളിയായിരിക്കും. കുദൂസ് ആണെങ്കിലും സിമൺസ് ആണെങ്കിലും പിന്നെ നടുക്കിയത്തെ കളിയാണെങ്കിലും. സോ എന്താ പറയാ, ഒരു നോക്കി വെച്ച് നിൽക്കേണ്ട ടീമാണ് ടോട്ടൻഹാം. ആന്റണി എലാങ്ക, ആഷിഖിന്റെ ഡാർക്ക് ഹോർസ് ആരായിരിക്കും? ടോട്ടൻഹാം. സാധാരണ ഞാനെ പറയായിരുന്നു, പിന്നെ ഇടയിൽ കയറി
കാരണം വേറൊന്നുമില്ല, സണ്ണും ഹാരിക്കെയിനും പോയിട്ടും അതിനേക്കാൾ പദവിയിൽ പേര് കേൾക്കുന്നുണ്ട്. കളി ഉള്ളതുകൊണ്ടുള്ള ഓഫ് കോഴ്സ് പേര് കേൾക്കുന്നത്. പക്ഷെ അത് ഈ സീസണിൽ നല്ലോണം കേറി വന്നിട്ടുണ്ട്. സോ എല്ലാവരും മനസ്സിലേക്ക് ഹാരിക്കെയിൻ സണ്ണാണ്. പക്ഷെ അവർ രണ്ടുപേരും പോയിട്ടും പക്ഷെ ടീം ഭയങ്കര സ്ട്രെങ്തൻ ആക്കിയത്, സ്ട്രെങ്തനായി. നല്ല രീതിയിൽ ബെഞ്ച് ആക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ യൂറോ കപ്പ് നേടി, ഇത്തവണ ചാമ്പ്യൻസ് കേടൊന്നുമല്ല, ബട്ട് സ്ട്രോങ് ആയിട്ട് പറയൂ സേഫ് പ്ലേ നോക്കിട്ട് എന്താണെന്ന്. ഞാൻ ഇന്റർ വെരി സേഫ്. അല്ല, കഴിഞ്ഞ സീസൺ പോലെ തന്നെ നമ്മൾ ആരും വിചാരിക്കാണ്ട് ഈ പറഞ്ഞ പോലെ ഫൈനൽ കളിച്ചത്. ഫസ്റ്റ് കളി നമ്മൾ ഇപ്പൊ ഇരുന്നിട്ട് റൗണ്ട് പറയുമ്പോഴത്തേനും ഇന്ററും ഫൈനൽ കളിക്കും നമ്മൾ ഒരിക്കലും പറയൂലല്ലോ. നമ്മളും എക്സ്പെക്ട് ചെയ്തില്ല ഇന്റർ ഫൈനൽ. അതേപോലെ തന്നെ ആയിരിക്കും ഇത്. ഇങ്ങനെ ഇങ്ങനെ കേറി ഒരു അവരുടെ ഇൻസാഗി ആയിരുന്നു ലാസ്റ്റ് സീസൺ വരെ കോച്ച്. ഈ സീസൺ ആണ് ഇപ്പോഴത്തെ കോച്ച്. അപ്പൊ ഒരു ഗെയിം പ്ലേയിൽ എന്തായാലും ഒരു വ്യത്യാസം പ്രതീക്ഷിക്കാം. ഇപ്പൊ ജുവന്റസ് ആയിട്ട് ഒരു മാച്ച് ഉണ്ടായി, 4-3 ആയിരുന്നു സ്കോർ ലൈൻ നിന്നത്. ലാസ്റ്റ് 4-4 കംബാക്ക് ഒന്ന് അടിച്ചു. അല്ല സേഫ് പ്ലേ പിന്നെ സേഫ് പ്ലേ പറഞ്ഞു, അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ടോപ്പ് സ്കോററോ ചാമ്പ്യൻസ് മുഹമ്മദ് സലാഹ്, ഏർലിംഗ് ഹാലൻഡ്. എന്താ പറയാനിരുന്നേ? ഇനിയിപ്പോ കൊയ്ക്കറസ് പറയാ, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മ കൊയ്ക്കറസിന്റെ ആൾക്കാരല്ലേ. ഞാൻ സേഫ്ലി എടുക്കട്ടെ. എംബാപ്പേണോ? ലെവൻഡോസ്കി. നോക്കാം നമുക്ക്. ഞാൻ കളിക്കട്ടെ. എംബാപ്പെ. എംബാപ്പെ ഈ സീസൺ തുടങ്ങിയേക്കുന്നത് നല്ല കൊടുക്കാണ്. ഓരോ കളി അല്ലടാ, ഈ സീസൺ തുടങ്ങിയത് ചാമ്പ്യൻസ് ലീഗ് മാത്രമല്ല, ഈ സീസൺ തുടങ്ങിയത് എല്ലാവരും കളിയാക്കി ഇരുത്തുന്ന ഒരു കേസ് ഉണ്ട്. കഴിഞ്ഞ സീസൺ റയല് ട്രോഫി അടിക്കാതുകൊണ്ട് പോയതുകൊണ്ടായിരിക്കും അത്രക്കും ഈ പറഞ്ഞ ക്രിറ്റിസിസം വന്നത്. പക്ഷെ എല്ലാരും നോക്കേണ്ട ഒരു ആസ്പെക്ടും പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോഫി ഇല്ലാന്നിട്ട് പോലും അത്രക്കും മോശം കിടക്കുന്ന ഒരു റയൽ മാഡ്രിഡ് ടീമിൽ വന്നിട്ട്, അതാ പറയുന്നത്. കാരണം അത്രക്കും മോശം കിടക്കുന്ന ടീമിൽ വന്നിട്ട് പോലും എംബാപ്പയ്ക്ക് അത്രക്കും വലിയ ഇമ്പാക്ട് ഫസ്റ്റ് സീസണിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റി. ഈ പറഞ്ഞ പോലെ ഗോൾസ് കൺവേർട്ട് ചെയ്യാൻ പറ്റി. അത്രക്കും ആ ഒരു ഇത് ആ പ്ലെയറിന്റെ ക്വാളിറ്റി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ പ്ലെയറിന് ഈ സീസൺ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നിങ്ങൾ പേടിക്കുക. ഈ പറഞ്ഞ റൊണാൾഡോക്ക് ശേഷം ഏറ്റവും കൂടുതൽ, റൊണാൾഡോക്ക് ശേഷമല്ല, റയൽ മാഡ്രിഡിൽ ഫസ്റ്റ് സീസണിൽ ഇത്രയും ഗോൾ അടിക്കുന്ന ഫസ്റ്റ് പ്ലെയർ ആണ് എംബാപ്പയാണ്. സോ ടോപ്പ് ടാലന്റ് ആണ്. ഇല്ല, ഇപ്പോ ഞാൻ കൊറേ മറ്റേ സാധനം കാണുന്നുണ്ടോ, ഓസിലും ക്രിസ്ത്യാനും ഉണ്ടായില്ല. ആ ഒരു സാധനം ഗൂളറും എംബാപ്പയും, ആ ഒരു സാധനം കുറെ കാണുന്നുണ്ട്. കാരണം ഗൂളറും ഈ പറഞ്ഞ പോലെ എംബാപ്പയും തമ്മിലൊരു കെമിസ്ട്രി ഉണ്ട്. എംബാപ്പെ ഒരു നാച്ചുറൽ ഗോൾ സ്കോററാണ്. എങ്ങനെ വന്നാലും ടീം ജയിച്ചാലും തോറ്റാലും അവന്റെ കയ്യിൽ ഒരു ചാൻസ്, 2-3 ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ കൺവേർട്ട് ചെയ്തിടാൻ പറ്റും. ഇപ്പോ പണ്ടൊക്കെ പ്രീമിയർ ലീഗിൽ നിന്ന് റയൽ മാഡ്രിഡിലേക്ക് വന്ന പ്ലേയേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്ലേയേഴ്സ് എന്താ പ്രൂവ് ചെയ്യാത്തത്? അർണോൾഡ്, ഹസാർഡ് ഈ അടുത്ത് വന്നേക്കുന്നതാ പ്രീമിയറിൽ അത്യാവശ്യം നല്ല ഫോമിൽ. ഹസാർഡ് വന്ന സമയം തൊട്ട് ഈ പറഞ്ഞ ആദ്യം കുഴപ്പമുണ്ടായില്ല, പിന്നെ ആ ഒരു ഇഞ്ചുറി വന്ന്. ഹസാർഡ് എന്ന് പറഞ്ഞാൽ അത്ര ഹാർഡ് വർക്കിംഗ്, ആ ഒരു മെന്റാലിറ്റി ഇല്ലാത്തൊരു പ്ലെയർ. കാരണം പുള്ളിക്കാരനെ ആ ഒരു ശൈലിയും ആ ഒരു കംഫർട്ട് സോണും വിട്ട് പോവാത്തോണ്ടായിരിക്കും റയലിൽ വന്ന് ഈ പറഞ്ഞതുപോലെ ആ ഒരു ഇഞ്ചുറി വന്ന് ഇരുന്ന് അതിനുശേഷം കിട്ടിയ ചാൻസ് ആണെങ്കിൽ യൂട്ടിലൈസ് ചെയ്തില്ല. ഓബിയസ്ലി റയലിൽ വേറെ നല്ല പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. അർണോൾഡിനെ അർണോൾഡ് വന്നേക്കാൻ മുമ്പ് നമ്മൾ പ്രഡിക്ട് ചെയ്തു, ഇവനും ഓൾറെഡി പ്രഡിക്ട് ചെയ്തു. കാരണം അർണോൾഡിന്റെ കളി ചിലപ്പോൾ സ്യൂട്ട് ആവില്ല, അല്ലെങ്കിൽ ഫ്ലോപ്പ് വരും. ബട്ട് ഡിഫൻസ് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന പക്ഷെ അത് പ്രഡിക്ട് ചെയ്തു. ആ കളിയല്ല റയലിന്റെ കളി. സോ അതാണ് കാരണം അർണോൾഡിന്റെ കേസ് ഈ പറഞ്ഞ ഓൾറെഡി സാബി തന്നെ പറഞ്ഞു, സാബി പ്രിഫർ ചെയ്യണ കാർവഹാലിനെയാണ്. കാർവഹാലിന് ഇഞ്ചുറി വന്നാൽ മാത്രമേ ഈ പറഞ്ഞ, അല്ലാണ്ട് തന്നെ പറഞ്ഞോൾഡിന് ഇഞ്ചുറിയും വന്നിട്ടുണ്ട്. സോ പിന്നെ ഉണ്ടാവില്ല എന്നുള്ളത് കണ്ടറിയണം. അർണോൾഡിന്റെ കേസ് എനിക്ക് തോന്നുന്നില്ല റയലിൽ സക്സസ്ഫുൾ ആവുന്നത്. കാരണം ഡിഫൻസീവ് വൈസ് നല്ല അലമ്പായതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല പേഴ്സണലി. അതിനേക്കാളൊക്കെ അടിപൊളിയായിട്ട് ഈ പറഞ്ഞ പോലെ വല്ല പെട്രോപോറോനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സെറ്റായനെ. പെട്രോപോറൊക്കെ അടിപൊളിയാണ്, ആരും പറഞ്ഞു കേൾക്കാത്ത അധികം കളി കളിക്കുന്ന പ്ലെയർ ആണ് പെട്രോപോറോ. മറ്റേ പ്ലെയർ ഡീൻ ഹ്യൂസൺ ആണ്, അല്ല അർജന്റീനിയൻ പ്ലെയർ. സെറ്റ് ആയിട്ട് കളിക്കുന്നുണ്ട്. കളിയാ കണ്ടില്ല, പയ്യൻ കളിക്കുന്നുണ്ട്. പക്ഷെ
ആ ഒരു വന്നേക്കണ പുതിയ ലീഗ് പുതിയത് അഡാപ്റ്റ് ആവാൻ കുറച്ച് ടൈം കൊടുത്താൽ എനിക്ക് തോന്നുന്നു സാബിയുടെ വീട്ടിൽ പെട്ടെന്ന് സാബിയുടെ വൺ ഓഫ് ദ ട്രസ്റ്റഡ് പ്ലേയേഴ്സ് ആയി മാറാൻ സാധ്യതയുണ്ട്. കാരണം വിനീനേക്കാൾ അത്യാവശ്യം പെർഫോം ചെയ്യുന്നത് അവൻ തന്നെ. പുള്ളിക്കാരൻ എല്ലാ കളിയും അവസരം കൊടുക്കുന്നുണ്ട്, എല്ലാ കളിയും ഇറക്കുന്നുണ്ട്. ബ്രാഹിം ഡിയാസിനേക്കാളും കൂടുതൽ പ്രിഫർ ചെയ്യണ ഇപ്പോൾ റൈറ്റ് വിങ്ങിൽ. സോ ടൈം എടുത്ത് റയലിന്റെ ഇത്രയും പ്ലേയേഴ്സിന്റെ കൂടെ നല്ലൊരു മുതൽക്കൂട്ടാവാൻ സാധ്യതയുള്ള പ്ലെയറാണ്. പുള്ളിക്കാരൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ള ഒരു ഇതുണ്ട്, പക്ഷെ അങ്ങടെ ആയും എന്നില്ലാന്നുള്ളൂ. ഇപ്പോ ലാസ്റ്റത്തെ മാച്ച് നോക്കി കഴിഞ്ഞാൽ വിനീഷ്യസിന് ഒരു സൂപ്പർ സബ് പോലെയാണ് യൂസ് ചെയ്യുന്നത്. മാറ്റി ഇറക്കണം. റോഡുകളിൽ കളി ചാൻസ് കൊടുക്കും, വിനീഷ്യസിന് കളി ചാൻസ് കൊടുക്കും. കൂടുതൽ ഇപ്പൊ വിനീഷ്യസിനെ സബ് എടുത്തുന്നത്. എന്നിട്ട് സെക്കൻഡ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് വിനീഷ്യസ്. ഒരു ഗോൾ അടിച്ചിട്ടുള്ള ഈ സീസണില് ഇമ്പാക്ട് ഉണ്ടായി. അന്ന് മറ്റേ ലാലിഗയിലുണ്ടായ ഒരു മാച്ചിൽ റോഡ്രിഗോക്ക് പകരം ഇറക്കിയിട്ട് ഈ പറഞ്ഞ പോലെ ഇമ്പാക്ട് ഉണ്ടായി. പക്ഷെ വിനിയുടെ കളിയും എംബാപ്പെ ഒരുമിച്ച് നിൽക്കുമ്പോൾ സെറ്റ് ആവില്ല. ഒറ്റടിക്കാണ് ആ വിനി ആ ഒരു ബാലൻഡിയോറിന്റെ ആ ഒരു കോൺട്രവേഴ്സി വന്നേ, പിന്നെ ഡൗൺ ആയിപ്പോയി. അതിനുശേഷം ഈ ഡ്രിബിൾ ചെയ്യാൻ പറ്റുന്നില്ല, മൂവ്മെന്റ്സ് നടത്താൻ പറ്റില്ല. അതേസമയം ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യണ റോഡ്രിഗോനെ തന്നെയായിരിക്കും വിനിക്ക് ഉപരി. കാരണം ഈഗോ ഇല്ലാത്തൊരു പ്ലെയറാണ് റോഡ്രിഗോ ടീമിന് വേണ്ടി കളിച്ചോളൂ. ഇപ്പോള് വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെല്ലിംഗ്ഹാം വന്നു കഴിഞ്ഞാൽ ഗൂളറിന്റെ അവസ്ഥ എന്താവും എന്നുള്ളതാണ്. പക്ഷെ ഗൂളർ അത്യാവശ്യം നല്ല രീതിയിൽ ഗൂളർ കളിക്കുന്നുണ്ട്. പക്ഷെ ബെല്ലിംഗ്ഹാം വന്നു കഴിഞ്ഞാൽ ബെല്ലിംഗ്ഹാമിന്റെ പൊസിഷനിലാണ് ഗൂളർ കളിക്കുന്നത്. ഇഞ്ചറിന്ന് വന്നു വരുമ്പോ എന്തായാലും കുറച്ച് ടൈം എടുക്കും. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഗൂളറിനെ ചിലപ്പോൾ റൈറ്റ് വിങ്ങോട്ട് ആയിരിക്കും. ഗൂളർ ഓൾറെഡി റൈറ്റ് വിങ്ങർ ആണല്ലോ. പിന്നെ ഒരു ഫോർമേഷൻ ചേഞ്ച് ഒക്കെ പ്രതീക്ഷിക്കാം. സീസൺ പോകുന്നുണ്ടല്ലോ, അതെന്തായാലും ഉണ്ടാവും വ്യത്യാസം. സോ ആരായിട്ട് പറഞ്ഞ ടോപ്പ് സ്കോറർ ഞാൻ പറഞ്ഞത് മുഹമ്മദ് സലാ, ഹാളൻഡ്, ലെവൻഡോസ്കി, എംബാപ്പെ. ഓക്കേ, ബെസ്റ്റ് പ്ലെയർ UCL. ഞാൻ പറയാവുന്ന പെഡ്രി പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിരിക്കും. ഞാൻ പറയുന്ന വെച്ചാണല്ലോ, എനിക്കാണ് ഇപ്പൊ ബെല്ലിംഗാമിൻ റയൽ മാഡ്രിഡിനേക്കാളും അത്യാവശ്യം എന്തോന്നാ ഒരു ബെറ്റർ മിഡ്ഫീൽഡ് എനിക്ക് തോന്നിയാണ് പെഡ്രി ഫോമായിട്ട് നിൽക്കണെങ്കിൽ. പക്ഷേ ഒന്നാമത് ഇംഗ്ലണ്ട് പ്ലേയേഴ്സിന് പിന്നെ ആസ് യൂഷ്വൽ റയൽ പ്ലേയേഴ്സിന് ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ, കളിയിലാണല്ല. ബട്ട് പുള്ളി എങ്ങനെയെങ്കിലും ബെല്ലിംഗം രണ്ട് ശൈലിയാണ്. ബട്ട് എന്താ പറയാ, ടീമിന്റെ മരിച്ചു കളിക്കുന്ന പ്ലെയർ ഒക്കെ തന്നെയാണ്. പക്ഷെ എന്തൊക്കെ ചെയ്താൽ കഴിഞ്ഞ കുറെ മാച്ച് നോക്കി കഴിഞ്ഞാൽ പെഡ്രി ഇപ്പൊ സ്കോർ ചെയ്യുന്നുണ്ട്, കുറെ ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്. ബാങ്കർ ഗോൾസ് ഈ സാധനം പെഡ്രി എന്ന് പറഞ്ഞ ഒരു ഓർത്തഡോക്സ് നമ്മ സ്പെയിനിൽ കണ്ടുവരുന്ന ഒരു മിഡ്ഫീൽഡർ ശൈലിയുണ്ട്, സാവി, ഇനിയസ്റ്റ, ആ ഒരു സാധനമാണ്. ബെല്ലിംഗ്ഹാം നേരെ തിരിച്ചൊരു ഓപ്പോസിറ്റ് ബോക്സ് ടു ബോക്സ് അങ്ങനത്തെ ഒരു സംഭവമാണ്. പിന്നെ ഒരു ഇംഗ്ലീഷ് പ്ലെയറിന് PR നമുക്ക് ഓൾറെഡി അറിയാലോ, അതുകൊണ്ട് ആരും പറയാനുള്ള. പിന്നെ എന്റെ ബെസ്റ്റ് പ്ലെയർ ആയിരിക്കും വിക്ടർ ഗോയ്ക്രസ്. കളിയില്ല ഡിക്ലാൻ റൈസ് ആയിരിക്കും എന്റെ ഇതില്. ഈ സീസണിലെ ബെസ്റ്റ് പ്ലെയർ ഡിക്ലാൻ റൈസ് ആയിരിക്കും. ആഴ്സണലിന് ചാമ്പ്യൻസ് ലീഗില് ആഴ്സണൽ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആഴ്സണലിന്റെ ബെസ്റ്റ് പ്ലെയർ ഡിക്ലാൻ റൈസ് ആയിരിക്കും. അപ്പോ ചാമ്പ്യൻസ് UCL ബെസ്റ്റ് പ്ലെയർ ഡിക്ലാൻ റൈസ് ആയിരിക്കും. ഞാൻ അണ്ടർറേറ്റഡ് പറഞ്ഞ കഴിഞ്ഞ എപ്പിസോഡില് അണ്ടർറേറ്റഡ് പറഞ്ഞ പ്ലെയർ ഫെർമിൻ ലോപ്പസ് ഈ സീസണിലെ ബെസ്റ്റ് പ്ലെയർ ആവാൻ പോണതാ. ഇതിപ്പോ മറ്റേ PSGയുടെ ഡിസയർ ഡുവേ വന്ന് ആ ഒരു റൂട്ടാണ് ഉദ്ദേശിക്കണത്. നോക്കിക്കോ, ഇതിപ്പോ കഴിഞ്ഞ വീഡിയോയിൽ ആൻഡപ്പ മറ്റേ എസ്റ്റാബിയോനെ പറഞ്ഞ പോലെ ഉണ്ടല്ലോ. ഇല്ല, ഞാനന്ന് ഫെർമിൻ ലോപ്പസ് പറഞ്ഞിട്ട് കഴിഞ്ഞ ലലീഗ മാച്ചിൽ 2 ഗോൾ അടിച്ചത് ഫെർമിൻ ലോപ്പസ്. ഗോൾ കണ്ടായിരുന്നു, അത് ഞാൻ കണ്ടു. 2 ഗോളും പണ്ടൊക്കെ ഗോളെല്ലാം അടിച്ചത്. അല്ല, ഞാൻ പറഞ്ഞത് നല്ല പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയറാണ് ഈ പെഡ്രി ഡിജോങ് എന്നുള്ള 2 പ്ലേയേഴ്സ് ഉള്ള കാരണം ഒറ്റും അറിയാൻ. ഇവരുടെ ഇടയിൽ മുങ്ങിപ്പോയൊരു പ്ലെയർ ഉണ്ട്, ഗാവി. കളിക്കാനേ ഇല്ല, ഗാവി ഇപ്പൊ സബ്ബില്ല. അല്ല, കരിഞ്ഞുപോയി, പെട്ടെന്ന് വാനിഷ് ആയി. ഇഞ്ചുറി വന്നാലും ഒരു കളിക്കാരൻ്റെ ഇത് മാറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇഞ്ചുറി മാത്രല്ല, എനിക്ക് പ്രിഫർ. പക്ഷെ എന്നാ രണ്ടുപേരും നല്ല ടീംസിലാണ്, പോവില്ല ടീമിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ബോയ്സ് ഇളകും. ഇല്ല, ഞാൻ പറഞ്ഞ ഇത്തവണ ഫെർമിൻ ലോപ്പസ്. ഓക്കെ ബോയ്, സേഫ് ബോയ്. ആദ്യം വരട്ടെ. കഴിഞ്ഞ ആഴ്ച എന്തോ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പാസ്പോർട്ട് പോയി. പിന്നെ പ്രൈവറ്റ് സ്ഥലത്ത് ഇഞ്ചുറി. ഒരു വർഷം പ്രായത്തിന്റെ ആ ഒരു ഇതാ, അല്ലാണ്ട് ഒന്നുമില്ല. പക്ഷെ പുള്ളിക്കാരൻ ഇപ്പോഴേ ഭയങ്കര അലമ്പ ലൈഫ് സ്റ്റൈലാണ്, അതുകൊണ്ട് ബ്രസീലിയൻ ലൈഫ് സ്റ്റൈൽ ഇല്ലേ പ്ലേയേഴ്സിന്റെ, ഒരു ഫെയിം ഇട്ട് കഴിഞ്ഞാൽ. കാരണം മറ്റൊരു സംഭവം ഉണ്ടല്ലോ, നീ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, പോട്ടിന്ന് വന്നിട്ട് ഒറ്റടിക്ക് ഒരു റിച്ച് കളികൾ വരുമ്പോ മാറണ ഒരു കാട്ടിക്കൂട്ടലാണ് കാണിക്കണത്.
അവനിലാണ് ക്ലബ് പോണേന്നുള്ളൊരു ഒരു ആറ്റിറ്റ്യൂഡും കാര്യം വന്നു കഴിഞ്ഞാൽ അത് താനേ പോകും. പിന്നെ ബാക്കിയുള്ള പ്ലേയേഴ്സ് ആയിട്ടുള്ള ഇത് വന്നാൽ തന്നെ പക്ഷെ കളി വെച്ച് നോക്കുമ്പോ അത് ഓക്കെയാണ്. അത് പക്ഷെ എന്തോരം നാളെ പോകും എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. സോ ചാമ്പ്യൻസ് ലീഗ് ഏകദേശം ഇപ്പൊ എല്ലാവരും പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞു. കപ്പടിക്കുന്ന പറഞ്ഞ ടീം ഏതായിരുന്നു? ലിവർപൂൾ, ആഴ്സണൽ, ബാഴ്സ അതിനുശേഷം ഈ പറഞ്ഞ പോലെ സല, ഹാളൻഡ്, ലെവൻഡോസ്കി, എംബാപ്പെ ടോപ്പ് സ്കോറർ, പെഡ്രി, ഡിക്ലാൻ റൈസ്, ഫെർമിൻ ലോപ്പസ്, ലാമിൻ യമാൽ ബെസ്റ്റ് പ്ലെയർ. എതിരഭിപ്രായങ്ങളുണ്ടെങ്കിൽ രേഖപ്പെടുത്തുക, അറിയിക്കുക, ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞു ആർസണൽ ചാമ്പ്യൻസ് ലീഗ് അടിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അതിന് മാതിരി ചോദ്യം നീ അത്ര ട്രസ്റ്റ് ചെയ്യുന്നില്ലേ? നീ പറ. എനിക്ക് അത്രക്കും കോൺഫിഡൻസ് ആണ് ആൾക്ക് ആർസണൽ അടിക്കുന്നത്. അങ്ങനെ ട്രസ്റ്റും കോൺഫിഡൻസ് ഒന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. നീ വല്ല പറഞ്ഞു ഞാൻ പറയാം. നല്ല PR വർക്ക് കൊടുക്കാൻ നോക്കുന്നുണ്ട്. അല്ല, ഇവന്റെ അടുത്ത ബസ്കറ്റ് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ബെറ്റ് വയ്ക്കാൻ റെഡിയാണോ? അടുത്ത ബെറ്റ് ഈ സീസൺ അത് കഴിഞ്ഞിട്ട് ഞാൻ റെഡിയാണ്. പറയണ്ട, ബസ്കറ്റ് അടിച്ചതിന് ശേഷം പറയണ്ട. ഡിസൈഡ് ചെയ്യാം. കളി കുറച്ച് പകുതി ആയിട്ടുണ്ടാവും. ചാമ്പ്യൻസ് ലീഗ് കുറച്ച് ഇത് കുറച്ച് ഉണ്ടാവും. അടുത്ത വെച്ച് നോക്കാം. ലീഗ വേണോ പ്രീമിയർ ലീഗ് വേണോ? ലീഗ വേണോ ചാമ്പ്യൻസ് ലീഗ് നമുക്ക് തീരുമാനിക്കാം. ഐ എം റെഡി ഫോർ എനിത്തിങ്. അതെ, അങ്ങനെയല്ല, സൂപ്പർ അതല്ലാതെ ആണ്. സോ ചാമ്പ്യൻസ് ലീഗ് വേണ്ടി പറയില്ലേ? നിങ്ങള് ഏത് ടീം ജയിക്കുന്നുള്ളത് കമന്റിൽ അറിയിക്കുക.